ഏറെ കാലങ്ങളാൽ ഇന്ത്യയെ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന ഇന്ത്യയുടെ പൊതുമുതലുകൾ പൊതുസ്വത്തുക്കൾ വിറ്റഴിച്ച് ഖജനാവ് കാലിയാക്കി ഖജനാവ് കൊള്ളയാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഭരണകൂടം. മറുപക്ഷത്ത് സ്വന്തം കുടുംബം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേരിൽ ഇന്ത്യ അലിഞ്ഞു ചേർന്നിരുന്ന ഒരു കാലം, ഇന്ത്യയുടെ എല്ലാ കളകളും പറിച്ച് കളയാൻ വേണ്ടി ഒരു രാജ്യത്തെ ഒരു ജനതയ്ക്ക് വേണ്ടി, വളർന്നു വരുന്ന ചെറിയ കുഞ്ഞു മക്കൾക്ക് വേണ്ടി, നാളെയുടെ പുതിയൊരു ഇന്ത്യക്ക് വേണ്ടി രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹത്തിൻ്റെ ആയുസ്സിൽ ഇന്ത്യക്ക് വേണ്ടി ഇറങ്ങിത്തിരിച്ചത് സ്വന്തം നേട്ടത്തിന് വേണ്ടിയല്ല. ഇന്ത്യ ഒരു പക്ഷേ നാളത്തെ ബംഗ്ലാദേശോ അല്ലെങ്കിൽ ശ്രീലങ്കയോ ആയേക്കാം. ഭരണാധികാരികളെ പിടിച്ച് തെരുവിലിറക്കേണ്ടി വന്നാൽ ഇറക്കുക തന്നെ വേണം. ഇലക്ഷൻ കമ്മീഷൻ, ഒരു ചോദ്യങ്ങൾക്കും ഉത്തരമില്ലാതെ വാ മൂടിക്കെട്ടിയിരിക്കുന്ന ഇലക്ഷൻ കമ്മീഷൻ. അച്ഛൻ്റെ പേര് XORSCയും അമ്മയുടെ പേര് PSRACRും പിന്നെ വയസ്സ് അല്ലെങ്കിൽ വീട്ടു നമ്പർ 0 എന്ന് പറയുമ്പോഴും കള്ളങ്ങൾ കെട്ടിച്ചമച്ചുകൊണ്ട് കാലങ്ങളായി ഇന്ത്യയെ കാർന്നു തിന്ന ഒരു ഭരണം. വരും കാലങ്ങളിൽ രാഹുൽ ഗാന്ധിക്ക് പിന്നിൽ നമ്മളും അണിനിരക്കേണ്ടതായിട്ടുണ്ട്. ആ ഒരു മനുഷ്യൻ ഇപ്പോൾ ഇറങ്ങിത്തിരിച്ച് കഷ്ടപ്പെടുന്നത് ഇന്ത്യക്ക് വേണ്ടിയാണെങ്കിൽ ആ ഇന്ത്യ നമ്മുടേതേ കൂടാണ്. നമുക്കും വേണ്ടിയാണ് അദ്ദേഹം തെരുവിലിറങ്ങിയിരിക്കുന്നത്. ഒരുപക്ഷെ നാളെ അദ്ദേഹത്തെ ജയിലിൽ അടച്ചേക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തെരുവിൽ അദ്ദേഹത്തിനെ ആരെങ്കിലും കൊന്നുകളഞ്ഞേക്കാം. അപ്പോഴും ഇതൊക്കെ നമുക്ക് വേണ്ടിയാണ് എന്ന് നമ്മൾ ഒരിക്കലും മറക്കരുത്.